ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പാവയ്ക്ക vs പൈനാപ്പിൾ. ആദ്യം തന്നെ പാവയ്ക്ക ചലഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത്. ഇത് കുടിച്ചതോർക്കും ഇപ്പോഴും എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണോ ആളുകൾ കുടിക്കണേന്ന് എനിക്ക് അറിഞ്ഞിട്ടോ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് തന്നെ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഒരു സംഭവം നമ്മുടെ പാവയ്ക്ക വെച്ചിട്ടുള്ളതാണ്. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് സൂപ്പറായിട്ട് തോന്നിയിട്ടാ. സെക്കൻഡ് വന്നിട്ട് കഴിക്കാൻ വേണ്ടി അതും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സാൻഡ്വിച്ച് പോലെ അല്ല നമ്മുടെ ജാം പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ, ബ്രെഡിനകത്ത് വെച്ചിട്ട്. ഇത് ബ്രെഡ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓക്കെ ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കൊണ്ടാട്ടമാണ് കേട്ടോ കഴിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ്, എത്ര കിട്ടിയാലും നമ്മൾ അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൈസാണ്. ഇതും ഞാൻ യൂട്യൂബ് തന്നെ നോക്കി ഉണ്ടാക്കിയതാണ്, പാവയ്ക്ക റൈസ്. അപ്പം ഇതൊരു തമിഴ്നാട് സ്റ്റൈലിൽ വരുന്നൊരു ഐറ്റമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം നല്ലോണം കയ്പ്പ് മാത്രമല്ല വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദോശയാണ് കേട്ടോ, പാവയ്ക്ക ദോശ. ഇത് സിമ്പിളായിരുന്നു, ഞാൻ പാവയ്ക്ക അരച്ച് ദോശയിലോട് ചേർത്തുണ്ടാക്കിയതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എങ്കിലും അതും ഒരു ഓക്കെ ആയിരുന്നു. ഓക്കെ ഒന്നും പറയാൻ പറ്റില്ല, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. ഇനി നമ്മുടെ പൈനാപ്പിൾ ഈറ്റിംഗ് ചലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കഴിക്കുന്നത് ഉപ്പും മുളകും ഇട്ടിട്ടുള്ള പൈനാപ്പിളാണ് കേട്ടോ. ഇത് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളിങ്ങനെ കഴിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അതായത് പാവയ്ക്ക പുഡിംഗ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഐസ്ക്രീം പോലെയാണ് കേട്ടോ ഇരുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ഉണ്ടാക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്. അരിക്കാതെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ജ്യൂസ് കുടിക്കാറ്, എനിക്കതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ അതും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെറുതെ പാവയ്ക്കിട്ട് നമ്മുടെ നെയ്യിൽ വെച്ച് ഫ്രൈ ആക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആക്കിയോണ്ടാണെന്ന് പറഞ്ഞിട്ട് പാവയ്ക്കൊക്കെ ഒടുക്കത്തെ ജാട മാത്രമല്ല, ഒടുക്കത്തെ കട്ടിയും കൂടെ ആയിരുന്നു കേട്ടോ. കടിച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടെ ഒന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിവിടെ ജാമിനകത്ത് വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് പാവയ്ക്ക റൈസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൈസ് ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. ഈ ഒരു അരിയും ഇതല്ല കേട്ടോ. പിന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരുപാട് പേര് നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഷോർട്സ് മാത്രം ചെയ്ത് നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പാവയ്ക്ക സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് അതും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഓക്കെ ആയിരുന്നു. ഓക്കെ കുറച്ച് പേര് ചോദിച്ചാൽ എന്താണ് ഈ ഓക്കെ എന്ന്. ഒരുവിധം കൊള്ളാമെന്നുള്ളതിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ഓക്കെ എന്ന് പറയാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു പാവയ്ക്ക നമ്മുടെ പൈനാപ്പിൾ ദോശയും കൂടെ കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ദോശ ചുട്ടിട്ട് അതിൽ പൈനാപ്പിളേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയാണ് കേട്ടോ. ലാസ്റ്റ് വെറുതെ എന്തായാലും പൈനാപ്പിളോട് കഴിച്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എന്തെങ്കിലും ചലഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള